ഹലോ ഹായ് നമസ്കാരം. ആദൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ്, പുറത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് എല്ലാവരെയും കാണിക്കുന്നത്. വേറെ ഒന്നുമല്ല, അത് നമ്മൾ കാന്താരിയുടെ ഇത് തോരനാന്ന് ഇലയ തോരനാന്ന് പറഞ്ഞപ്പം ആർക്കും അറിയത്തില്ല അതെന്താണ്, കാന്താരി ചപ്പ് എന്താണെന്നൊന്നും അറിയത്തില്ല. കാന്താരി ചപ്പ് എന്താണെന്നറിയില്ല. അപ്പം അതിനകത്ത് പഴമൊക്കെ ഉണ്ടാവും, നമ്മൾ ചെറുപ്പത്തിലൊക്കെ കഴിച്ചുകൊണ്ട് വരുന്ന കാര്യങ്ങളൊക്കെയാണ്. അതെ. എല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിച്ചേ? എല്ലാവർക്കും സുഖമാണോ ചോദിച്ചേടി കള്ളി? എല്ലാവർക്കും സുഖമാണോ? എന്തുണ്ട് വിശേഷമൊക്കെ? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. ആദൂട്ടി വഴക്കാളിയാണേ. ഞങ്ങൾക്ക് സുഖമാണ് കേട്ടോ, ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു, വിശേഷമൊന്നുമില്ല. അല്ല പൊന്നാ. അപ്പം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ ഒരു കഥ കടയുന്ന ഞാൻ പറഞ്ഞില്ല ഒച്ചക്കഥ, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. ഇവൻ എന്നെ കളിയാക്കി ചിരിച്ചാണ്. ഞാൻ പറഞ്ഞില്ലേ കഥ കളയുന്ന ഒച്ച ഇപ്പം കേൾക്കാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ കഥ കടന്നു കഴിഞ്ഞപ്പോൾ അവൻ എന്നെ കളിയാക്കി ചിരിക്കുക. ഇവൻ ആരാന്നറിയോ? ഇവന് ഇടയ്ക്കിടയ്ക്ക് ഓരോ കളിയാക്കി ചിരിയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം അവൻ്റെ തിന്നുന്ന സാധനം ആരെങ്കിലും എടുത്താലൊക്കെ കുക്കോന്ന് പറഞ്ഞ് ചുമ്മാ നമ്മളെ അങ്ങ് കളിയാക്കുക. നമ്മൾ ചുമ്മാ കളിയാക്കുന്ന ചെറുക്കനാണ് ഇത്. അമ്മേനെ പ്രത്യേകിച്ച്, വേറെ ആരും ഇല്ലെങ്കിലും അമ്മേനെ പ്രത്യേകിച്ച് കളിയാക്കുന്ന ഒരു കുഞ്ഞുവാവയാണ് കേട്ടോ ഇത്. അമ്മേനെ അല്ലേ മോനെ? നൈറ്റി ഇറങ്ങി കളിയാക്കുന്ന ഒരു കൊഞ്ഞാവ്. അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ പുറത്തെ വിസിറ്റിന് വരുന്ന കുറച്ച് ആൾക്കാരെയൊക്കെയാണ് കാണിക്കുന്നത്. പശുവൊക്കെ ഉണ്ട്, മയിലിനെയും കുയിലിനെയൊക്കെ കിട്ടുമെന്ന് ഞങ്ങൾ നോക്കട്ടെ. അത് ഭയങ്കര ഒച്ചപ്പാടാണ് കേട്ടോ കൂട്ടുകാരെ. അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അന്ന് ഞാൻ പറഞ്ഞില്ലേ കാന്താരി ചപ്പ് തോരൻ വെക്കുമെന്നൊക്കെ പറഞ്ഞില്ലേ. കുറേ പേർക്ക് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. കുറേ പേർക്ക് ഇതെന്താണെന്നൊക്കെ മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇതൊക്കെ പറിക്കുമായിരുന്നു. ഇതും ഞൊടിയൻ അങ്ങനത്തെയൊക്കെ പറിക്കുമായിരുന്നു കേട്ടോ. ഇതൊക്കെ പറിച്ച് പിള്ളേരെല്ലാവരും കൂടി തപ്പിപ്പറിച്ച് നിനക്ക് എത്രണ്ണം കിട്ടി, എനിക്ക് എത്രണ്ണം കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറിക്കുമായിരുന്നു. ഇതുണ്ടോ, അതിൻ്റെ പച്ചയുണ്ട്, അതിൻ്റെ പഴുത്തത് കാണുന്നുണ്ടോ? ഇതിൻ്റെ പഴുത്തതാണ് കേട്ടോ. നല്ല രസമാണ് തിന്നാൻ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറിച്ച് തിന്നും. അപ്പം പണ്ട് കൂട്ടുകാരായി കളിച്ചതും ഒക്കെ ഓർമ്മ വരും കേട്ടോ, ഇതൊക്കെ പറിച്ചിങ്ങനെ ഇതാക്കി കഴിയുമ്പോൾ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പുറത്ത് കുറേ ഉണ്ട്, അതും കൂടി കാണിക്കാവേ. ഞാൻ പറഞ്ഞില്ലേ അപ്പുറത്തുനിന്ന് മാറി ഇതേ ഇപ്പുറം വരുമ്പോഴേ കുറേ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഇതാണ് കേട്ടോ അതിൻ്റെ പച്ചയാണ്. പഴുത്തൊക്കെ ഇഷ്ടം പോലെയാണ് പഴുത്തത്. ആദൂട്ടിക്ക് ഇടയ്ക്ക് ഓരോന്നും ഇതൊക്കെ കൊടുക്കും കേട്ടോ. ഒത്തിരി ഒന്നുമില്ലെങ്കിലും ഇടയ്ക്ക് ഓരോന്നൊക്കെ വീതം കൊടുക്കും. എപ്പോഴും ഒന്നും കൊടുക്കത്തില്ല. പക്ഷേ ഇത് നിറഞ്ഞിക്കോണം. ഇത് വെട്ടിക്കളയാനും തോന്നുന്നില്ല. അതാണ് ഇങ്ങനെ നിറഞ്ഞിതായി നിൽക്കുന്നതുകൊണ്ട് ഇത് വെട്ടിക്കളയാനും തോന്നുന്നില്ല കേട്ടോ. ഇത് മാളൂസും ഉണ്ണിക്കുട്ടനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് പണിത്. ഇത് കണ്ടോ കൊല കുത്തി കിടക്കുന്നുണ്ടോ? കൊല കുത്തി നമ്മൾ പണ്ട് ചെറുപ്പകാലത്തൊക്കെ ആണെങ്കിൽ ഇത് ആക്രാന്തത്തോടു കൂടി വലിച്ചു പറിച്ചേനെ. ഇതുണ്ടോ ഒരു കൊലയിൽ ഇങ്ങനെ കുത്തി. മുന്തിരിങ്ങ പോലെ ഉണ്ടല്ലേ, മുന്തിരിങ്ങപ്പഴം പോലെ ഇങ്ങനെ കിടക്കണ്. മുന്തിരിങ്ങപ്പഴമല്ല, മുന്തിരിങ്ങ പോലെ കിടക്കുന്നു. അപ്പം ഇത് നമ്മൾ പറിച്ചു. ഇത് പറിച്ചു കഴിഞ്ഞിട്ടേ തിന്ന് കഴിയുമ്പോൾ നമ്മുടെ നാക്കൊക്കെ നീരയാവും. കാണിച്ചു തരാവേ. ആദൂട്ടി അവിടെ കിടന്ന് ഓ നോക്കുന്നുണ്ട്. എടുക്കണം, ഇനി ആളെ എടുക്കണം. കരച്ചിലല്ല കേട്ടോ, വർത്താനാണ്. നാക്ക് നീലയാവും കേട്ടോ. അതാണ് ഇത്. അപ്പോൾ നമുക്കിനി ആദൂട്ടിനെ കാണുകയൊക്കെ ചെയ്യാവേ. വേറെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട്, നമുക്കതൊക്കെ കാണിച്ചു തരാം. ഞാൻ രാവിലെ ഇതിൻ്റെ ഒരു ഷോർട്സ് എടുത്തിട്ടുണ്ടായിരുന്നേ. കണ്ടോ, മൊത്തം മഴയൊക്കെ പെയ്ത് കരിഞ്ഞു ഉണങ്ങിയിരിക്കുന്നതൊക്കെ നല്ല പച്ചപ്പായിട്ടോ. അതിനകത്ത് വന്നിട്ട് രാവിലെ റെസ്റ്റ് എടുക്കുന്നവരാണ് കേട്ടോ ഈ കാണുന്നത്. നന്നായിട്ട് റെസ്റ്റ് എടുക്കുന്നവരാണ് ഈ കാണുന്നത്. രാവിലെ ഞാൻ നോക്കുമ്പോൾ രാവിലെ ഇതിൻ്റെ പൊക്കത്തെ ഒരു എന്തായിരുന്നു, ഒരു കാക്കയും ഒരു കുയിലൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. കുയിൽ കറക്റ്റായിട്ട് കിട്ടുമെന്നറിയില്ല, പക്ഷെ കാക്കയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കുറച്ചപ്പുറത്തേക്ക് നമ്മുടെ കൊത്തുകോഴി നിൽപ്പുണ്ട്. അതേം കാണിച്ചു തരാവേ. ഞാൻ വോയിസ് അല്ല കേട്ടോ കൊടുക്കുന്നത്, ഇപ്പം തന്നെ പറയുവാണേ. ഓൺ വോയിസ് കൊടുക്കുവാണെങ്കിൽ എനിക്ക് വോയിസ് കൊടുക്കാൻ കരയുമ്പോൾ അധികം പറ്റത്തില്ല. അതുകൊണ്ടാണ്. രാവിലെ എല്ലാം വിശ്രമമാണ് കേട്ടോ. നമ്മുടെ അടുത്തുള്ള വീട്ടിലുള്ളവരെല്ലാം ഇത് വിശ്രമിക്കുന്നതിന് വേറൊരു കാരണവും കൂടിയുണ്ട്. അടുത്തുള്ള എല്ലാവരും ഇവിടെ ഒരു ബക്കറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ബക്കറ്റിൽ കൊണ്ടുപോയിട്ട്, ബക്കറ്റ് മറിഞ്ഞ് കിടക്കുക, കുടിച്ചിട്ട് മറിച്ചിട്ടേക്കുവാണ് എല്ലാവരും. 4 പേരും കൂടിയിട്ട് 4 പേരും കൂടി മറിച്ചിട്ടേക്കുവാണ് കുടിച്ചിട്ടതേ. ഈ ബക്കറ്റില്ലേ, ഈ മറിഞ്ഞ് കിടക്കുന്ന ബക്കറ്റിൽ കൊണ്ടുപോയിട്ട് അവർക്ക് വെള്ളവും ചോറും ഒക്കെ ഇട്ട് കൊടുക്കും.
പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പശുക്കൾ എന്ന് പറഞ്ഞാലേ എല്ലാവരും അങ്ങ് അഴിച്ചു വിട്ടേക്കുവാണ് കേട്ടോ. ആരും അങ്ങനെ പിടിച്ച് കെട്ടുന്നത് പരിപാടിയൊന്നുമില്ല. അങ്ങനെയാണിത്. അങ്ങനത്തെ പരിപാടി ഇപ്പം പിടിച്ച് കെട്ടി നമ്മളെപ്പോലെ പിടിച്ച് കെട്ടി വളർത്തുന്ന പരിപാടിയൊന്നുമില്ല. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ നമ്മൾ ഞൊട്ടാഞ്ഞൊടിയനൊക്കെ പറിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എന്നൊക്കെ. ഞൊട്ടാഞ്ഞൊടിയനൊക്കെ പറിക്കുന്നത് അത് കാണിച്ചു തരാം കേട്ടോ. അതിവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ കാന്താരിപ്പഴം പറിച്ചപ്പോൾ പണ്ട് നമ്മൾ ഞൊട്ടാഞ്ഞൊടിയൻ പറിക്കും. ഞൊട്ടാഞ്ഞൊടിയൻ പറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുണ്ടോ നോക്കും, പഴുത്താണോ എന്നൊക്കെ നോക്കുന്നത്. അതാണ് ഈ നിൽക്കുന്നത് കേട്ടോ. ഒരുപാട് കാളുകൾക്ക് ശേഷം അത് ഞാൻ കണ്ടു. ഇത് കണ്ടോ ഞൊട്ടാഞ്ഞൊടിയൻ. അങ്ങനെ അതെ ഞൊട്ടാഞ്ഞൊടിയൻ ഇതാട്ടോ ഞൊട്ടാഞ്ഞൊടിയൻ. ഇതിങ്ങനെ പൊട്ടിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു കായ ഉണ്ടാവും. അത് പഴുത്തത്. ഇത് കണ്ടോ, ഇത് പച്ചയാണ്, ഇത് കഴുത്തത്. അപ്പോൾ ഇത് ഞൊട്ടാഞ്ഞൊടിയനെ ഒന്ന് കണ്ടു. പിന്നെ അതിൻ്റെ അപ്പുറത്ത് നമ്മൾ മറ്റേ നമ്മുടെ കുങ്കുമല്ല ഇങ്ങനെ പൊട്ടിക്കുന്നത് ഇതുണ്ട്. ഇതേ ചെറുപ്പത്തിലൊക്കെ ചോര പറ്റി എന്നൊക്കെ പറഞ്ഞ് മേത്തൊക്കെ ഒഴിക്കുന്നത് ഇത് കണ്ടിട്ടുണ്ടോ? ഇതേ ഈ ചോര പറ്റി, എൻ്റെ മേത്ത് ചോര പറ്റി, നിൻ്റെ മേത്ത് ചോര പറ്റി എന്നൊക്കെ നമ്മൾ കളിക്കത്തില്ലായിരുന്നോ? അപ്പോൾ ഇതൊന്നും ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചല്ല, ഞാൻ ഈ പശുവിനെ മാത്രം എടുക്കാൻ വന്നതാണ്. വന്നു കഴിയുമ്പോൾ ഇതുണ്ട്. അയ്യോ മുറിഞ്ഞേന്ന് പറഞ്ഞാൽ അമ്മേനെയൊക്കെ ചെന്ന് പറ്റിക്കുമായിരുന്നു കേട്ടോ പണ്ട്. അതാണ് ഇത്, ഈ ചോര പറ്റിയത്. രസമുണ്ടല്ലേ? കുറേ പഴയകാലത്തിലേക്ക് വന്നു. പിന്നെ വന്നപ്പം മാതള നാരങ്ങ, ഇവിടെ ഇങ്ങനെ മാതള നാരങ്ങ കിടക്കുന്നതാണ് കേട്ടോ. അത് പറിച്ചു. ഇതുണ്ടോ മാതള നാരങ്ങ. ഇതാണ് മാതളത്തിൻ്റെ. ഇവിടെ എല്ലാവരും ഇത് പറിക്കും. ഇത് കുറേ ഉണ്ടായിരുന്നു, വെട്ടിക്കളഞ്ഞാണ് കേട്ടോ. കുറേ ഇങ്ങനെ കൂടിക്കിടന്നപ്പോൾ എല്ലാവരും കൂടി വെട്ടിക്കളഞ്ഞാണ്. എല്ലാവരും പറിക്കും കേട്ടോ. ഇത് വേറെ അപ്പുറത്ത് അറിയ ഒരു സ്ഥലമാണ്. എല്ലാവരും പറിക്കും. അങ്ങനെ നമ്മളൊരു മാതള നാരങ്ങയും പറിച്ചു. ഇനി പിന്നെ പശുക്കൾ അതുങ്ങൾ ഇവിടെ വിശ്രമം തന്നെയാണ്. 4 പേരുണ്ട്. 4 പേരും കൂടി വിശ്രമമാണ്. അപ്പോൾ ഞൊട്ടാഞ്ഞൊടിയനും കണ്ടു, ചോര പറ്റുന്ന അതും കണ്ടു, പിന്നെ ഇതും കണ്ടു. ഇനി അപ്പുറത്തെ കൊത്തുകോഴിയുണ്ട്. കൊത്തുകോഴി അതിനെ കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ. കൊത്തുകോഴീനെ കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് കൊത്തുകോഴീനെ കാണാം. നിർത്താൻ മറന്നായിരുന്നു കേട്ടോ. കോഴി ഇതാണ് കേട്ടോ. കാണുമ്പോഴത്തേക്ക് ഇത് കരഞ്ഞുകൊണ്ട് ഓടുന്നു. കൊത്തുകോഴി ഇതാണേ. വീഡിയോ നിർത്താൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊത്തുകോഴി ഇതാണ് കേട്ടോ. അതാ പോകുന്നതാണ് കൊത്തുകോഴി. വീഡിയോയുടെ അതിൽ എന്തോരം നിലത്തൂടെയുള്ള ഇത് ഭാഗം വന്നിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. അതായത് നടക്കുന്ന കുറച്ച് ഭാഗം വന്നിട്ടുണ്ട്. നമ്മുടെ കോഴികൾ ഇത് അങ്ങോട്ട് ഓടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എന്നാ പൂവ്, നല്ല നല്ല പൂവാണ്. കോഴി എന്താണോ എൻ്റെ ഒച്ച കേട്ടിട്ടാന്ന് തോന്നുന്നു ഓടിപ്പോയി. അങ്ങനെ പോയി കഴിഞ്ഞ് നമ്മുടെ ബെല്ലപ്പെട്ടി കിടക്കുന്നു. നമ്മൾ ലൈവ് കയറുമ്പോൾ എന്നും വന്നുകൊണ്ടിരുന്നതാണ് നമ്മുടെ ബെല്ലേ. പേടിയാണ് കേട്ടോ എനിക്ക്. ബെല്ലപ്പെട്ടി നമ്മുടെ വീടിൻ്റെ ഇവിടുന്ന് ഇത്രയും ദൂരമേ ഉള്ളൂ കേട്ടോ. ഞാൻ അവിടേക്ക് ആയിരുന്നായിരുന്നു ആദ്യം ലൈവ് കയറിക്കൊണ്ടിരുന്നതും വാച്ചവറൊക്കെ ആയിക്കൊണ്ടിരുന്നതൊക്കെ അവിടെ ഇരുന്നിട്ടാണ്. ഇത് നമ്മുടെ വീടാണ്. ഇത് നമ്മുടെ വീട്. ഇനി നമുക്ക് ഉള്ളിലേക്ക് പോകാം. മാതൂട്ടിനെ അവിടെ കിടത്തിയിട്ടാണ് പോയത്. ഇനി നമുക്ക് ഉള്ളിലേക്ക് പോകാവേ. അവിടുന്ന് പറിച്ചുകൊണ്ട് പോകുന്ന മാതള നാരങ്ങയില്ലേ, നിറമാണ് കേട്ടോ. ഒത്തിരി ചുമപ്പല്ല. എനിക്കൊന്ന് വിഷം അടിക്കാതെ പഴിപ്പിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഈ നിറവാണ്. ഓ വരുവാണേ. മാതൂട്ടിയാണ് അവിടെ കിടന്നിട്ട് നച്ചപ്പാടുണ്ടാക്കുന്നുണ്ട്. ഈ നിറവാണ് കേട്ടോ അത്. പക്ഷെ നല്ല മധുരമാണ് അതിന്. പോയി വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരാൾ കിടക്കുന്നു. ആളെ കൊണ്ടാകാതെയാണ് അമ്മ പുറത്തു പോയത്. അമ്മ മോനെ കൊണ്ടാകാതെ പുറത്തു പോയോ? ആ കൈ അങ്ങനെ വെക്കുന്നതുകൊണ്ടൊന്നും തോന്നരുത്. അവൻ സ്വന്തമായിട്ട് വെക്കുന്നതാണ്. സ്വന്തമായിട്ട് വെച്ചിട്ട് അതുമോന് സ്വന്തമായിട്ട് ആ കൈ എടുക്കണം. അതുകൊണ്ടാണ് ഇതിപ്പം നിങ്ങൾ അത് ആ വീഡിയോ എടുക്കുമായതുകൊണ്ടാണ് ഞാൻ എടുത്തു വിട്ടത് കേട്ടോ. അല്ലാതെ ഞാനങ്ങനെ എടുത്തു വിടാറില്ല. അമ്മ വീഡിയോ എടുക്കാനേ കണ്ടോ ഗുസ്തി കാണുന്നുണ്ടോ ഗുസ്തി കളിക്കുന്നത്? ഇതാണ് ഇവിടുത്തെ ഗുസ്തി ചേട്ടൻ. ഇതാണ് ഇവിടുത്തെ ആദുവിൻ്റെ ഗുസ്തി. നേരെ കിടക്ക്. എടാ കള്ളക്കുട്ടാ. കണ്ടോ ഇതാണ് നമ്മുടെ കള്ളക്കുട്ടൻ. ഇങ്ങനെയാണ് കിടന്നിട്ട് ഇതാക്കുന്നത് കേട്ടോ. പൊന്നാ ഇതിപ്പോൾ ഈ ബെഡിലെ കിടത്തിയേക്കുന്നെങ്കിലും ഈ ബെഡ് മൊത്തം കറങ്ങിയിട്ട് സ്ഥലം തികയാഞ്ഞിട്ട് ആദൂട്ടി നിലത്തിയാടിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അവൻ്റെ അടുത്ത് നിന്നെങ്ങാനും തലയൊന്ന് ഇട്ടോന്ന് പറഞ്ഞ് മുട്ടിയിട്ടുണ്ടെങ്കിൽ ആദൂട്ടിക്ക് ഒരു കുഴപ്പമില്ലേ.
ആ കണ്ടോ, ആദൂട്ടിക്ക് ഒരു കുഴപ്പമില്ല. ആദൂട്ടി ചിരിക്കും. നമ്മളെങ്ങാനും ഒന്ന് തല അറിയാതെ മുട്ടിച്ചാൽ ആദൂട്ടി ഇവിടെ കിടന്ന് ഭയങ്കര കരച്ചിലായിരിക്കും കേട്ടോ. അല്ല പൊന്നാ? കണ്ടോ 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 കണ്ടോ, ചവിട്ടി അമ്മേനെ ചവിട്ടി തെറിപ്പിക്കുവോ? അമ്മേനെ ചവിട്ടി തെറിപ്പിക്കുവോ കുഞ്ഞു ബാബാ? ബേക്കല്ലേ കാണുന്നത്, ഫ്രണ്ട് കാണിച്ചു തരാവേ. കണ്ടോ പൊന്ന, എടാ പൊന്ന, കള്ളപ്പൊന്ന, കൈ നീര് വെക്കണേ, കൈ പോകും ഞാൻ പറഞ്ഞേക്കാം ചെറുക്കനോട്. എടാ കള്ളച്ചെടുക്ക, എടാ കള്ളച്ചെടുക്ക, എടാ അമ്മയുടെ കള്ളക്കുട്ടാ, അമ്മ സുന്ദരക്കുട്ടാ, അമ്മയുടെ പൊന്നേ. അപ്പം നമുക്കിനി അതുതന്നെ എടുക്കാവേ. ഇതേ നമ്മുടെ രാവിലെ വരുന്ന മയിലാണ് കേട്ടോ, മയിൽ. അപ്പോൾ പശുവിനെയൊക്കെ കാണിച്ചു തന്നില്ലേ, അത് കഴിഞ്ഞപ്പോഴാണ് മയിലും കൂട്ടത്തിനും കണ്ടത്. മയിലാണ് കേട്ടോ ഇത്, രാവിലെ വരുന്നതാണ്. മയിലും ഉണ്ട്, അതിലപ്പുറം ഞാൻ പറഞ്ഞ കൊത്തുകോഴിയില്ല, അതുകൊണ്ട്. ഇത് അട്ടപ്പാടി എന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെ തന്നെയാണ് അത്യാവശ്യം എനിക്ക് തോന്നുന്നു. കണ്ടോ, ഇരുന്ന് കഴിക്കുവാണ് കേട്ടോ. ഇപ്പുറത്തേക്ക് ആളുണ്ട്, അതാണ് മെല്ലെ മെല്ലെ വർത്താനം പറഞ്ഞെടുക്കുന്നത്, വീഡിയോ എടുക്കുന്നത്. അപ്പുറത്തേക്ക് കുഞ്ഞമ്മയിൽ ഇത് കണ്ടില്ല എല്ലാവരും, കുഞ്ഞമ്മയിലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അപ്പുറത്തേക്ക് പോയി. അവിടെ നിന്നിട്ട് എന്തോ കുത്തിപ്പറിച്ച് തിന്നുവാണേ. കോഴിയും കുത്തുന്നുണ്ട് മയിലിനെ കണ്ടിട്ട്. ഭയങ്കര കൂട്ടുകാരാണെന്ന് തോന്നുന്നു കേട്ടോ, കോഴിയും മയിലും എല്ലാം കൂടി. ആളെ നടന്ന് പോവുകയാണ്, എന്നെ കണ്ടെന്ന് തോന്നുന്നു. ദേ നടന്ന് പൊക്കോണ്ടിരിക്കുന്നു. നല്ല രസമല്ലേ രാവിലത്തെ ഇങ്ങനത്തെ കാഴ്ചയൊക്കെ. നടന്ന് ദേ നിൽക്കുവാണ് അവിടെ. പിന്നെ നമുക്ക് എന്തായാലും കണ്ടോ, അവിടെ നിൽപ്പുണ്ട്. അപ്പം നമ്മുടെ പുറത്തെ വിശേഷങ്ങളൊക്കെ എല്ലാവരും കണ്ടോ? കാക്കയുണ്ട്, മയിലുണ്ട്, അമ്മയുടെ കാന്താരിപ്പഴമുണ്ട് അല്ലേ, ഇതെല്ലാം ഉണ്ട് അവിടെ. ഇതെല്ലാം ആദൂട്ടിനെ കൊണ്ടാകാതെ അമ്മ എല്ലാം കാണിച്ചു തന്നെ. ആദൂട്ടിനെ എടുത്തിട്ട് പോയിട്ടുണ്ട്, നമുക്ക് വീഡിയോ പിടിക്കാൻ പാടാണ്, അതുകൊണ്ടാണ് ആദൂട്ടിനെ എടുത്തിട്ട് പോകാത്തത്. പിന്നെ നമ്മുടെ ആദൂട്ടി കിടന്ന് കുറച്ച് നേരം കളിക്കുന്നുണ്ട്. എല്ലാ വീഡിയോയും ഉണ്ട്. മയിൽ ഏറ്റവും അവസാനമാണ് നമുക്ക് കിട്ടിയത്. മയിലും കുയിലും കാക്കയും കൊക്കും എല്ലാം ഉണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇവിടുത്തെ രാവിലത്തെ ഒരു അവസ്ഥയാണ് ഇത് കേട്ടോ. എല്ലാ മൃഗങ്ങളും ഉണ്ട്, കാണാൻ നല്ല രസമാണ് രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് അടിക്കണം. പറ, ഞാൻ വർത്താനം പറഞ്ഞു കൊടുക്കുമ്പോൾ ഒന്നും മിണ്ടത്തില്ല കേട്ടോ, അല്ലാത്തപ്പോൾ ഭയങ്കര വർത്താനാണേ. ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും ആദൂട്ടി ഇവിടെ കിടന്ന് ഭയങ്കര വർത്താനം. അപ്പോൾ എന്നാൽ എടാ ചെറുക്കാൻ, നിൻ്റെ ചാനലല്ലേ, ഒന്ന് ലൈക്ക് അടിക്കാൻ പറയാൻ പറഞ്ഞാൽ അന്നേരം കൊണ്ട് പിടിക്കും. ലൈക്ക് അടിക്കാൻ പറ. എല്ലാവരും ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെല്ലൈക്കൻ എനേബിളും കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നാളെ നമ്മുടെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.